ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോ. അപ്പോൾ നമ്മൾ ഡേ 2 ആണ് കേട്ടോ, വയനാട്. അപ്പോൾ നമ്മളെടുത്ത റിസോർട്ടാണ്. നമുക്ക് റിസോർട്ടിൻ്റെ അരികത്ത് കണ്ട നല്ലൊരു അരുവി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും മഴ പെയ്യണ ഒരു ശബ്ദം പോലെയാട്ടോ നമുക്ക് തോന്നുക. പിന്നെ നമ്മൾ മെയിനായിട്ട് റിസോർട്ട് എടുക്കുമ്പോൾ വിചാരിച്ചിട്ടുള്ളത് നമുക്ക് പൂളുള്ള റിസോർട്ട് വേണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നലെ ഞങ്ങളെല്ലാവരും മതിച്ചു കേട്ടോ, കാരണം നല്ല തണവായിരുന്നു. ഇന്നിപ്പോൾ മോർണിംഗ് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇറങ്ങുമെന്ന് അറിയില്ല. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. അടിപൊളി റിസോർട്ടാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തായാലും മോർണിംഗ് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് നേരെ താഴേക്ക് ഇറങ്ങി വന്ന് റൂമിൻ്റെ താഴെ ഇറങ്ങി വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മുടെ അരുവിയുടെ അവിടെയൊക്കെ നിന്നൊന്ന് കറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ തലേദിവസം ഇവിടെ അടിച്ചു പൊളിച്ചു. ഡാൻസും അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പോയാൽ നേരം പോവാൻ പെട്ടെന്ന് നേരം പോകും കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വെള്ളയപ്പവും പിന്നെന്താ നൂലപ്പം കടലക്കറി, മുട്ട പുഴുങ്ങിയത്, പിന്നെ കാപ്പിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതൊക്കെ കഴിച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വെച്ചു. പക്ഷെ എല്ലാവരും കഴിച്ചും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ ഒറ്റ ട്രിപ്പിലിരുന്ന് എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് ഈ ടേബിളിൽ ഇരിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് അവിടുത്തെ ഒരു ശബ്ദം കേട്ടോ. ഇപ്പോഴും ഒരു മഴ പെയ്യണ പോലെയാട്ടോ. നല്ല പാറക്കല്ലുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അരുവിയാണ് കേട്ടോ സൈഡിൽ കൂടെ പോണത്. അപ്പോൾ അതാ നമ്മൾ ഇന്ന് നമ്മുടെ റിസോർട്ടിനോട് വിട പറയുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തന്നെ റീൽസൊക്കെ എടുത്തു. അപ്പോൾ ആ റീൽസൊക്കെ നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങി. പിന്നെ നമ്മൾ അടുത്തത് പോയിട്ടുള്ളത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, മേപ്പാടിയാണ് റൂം എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടുത്താണ് നമ്മുടെ ചൂരൽമലയിലുള്ളത് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ അടുത്തതൊന്ന് പോണത്. അപ്പോൾ എന്തായാലും അവിടെ വരെ വന്നതല്ലേ, അപ്പോൾ ഈ ഫ്ലഡ് നടന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകാമല്ലോ എന്ന് വെച്ചിട്ട് ജസ്റ്റ് അവിടേക്ക് പോയിട്ടോ. കുറച്ച് ദൂരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെയാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഈ ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലം. തേയിലകളും എല്ലാ കാര്യങ്ങളും കൊണ്ടും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പോഴും അവിടെ ഭംഗിക്ക് കുറവൊന്നുമില്ല. പക്ഷേ ആ ഫ്ലഡ് നടന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ മനസ്സാകെ തകർന്നു പോയിട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതൊക്കെ വന്നു കേട്ടോ. നമ്മൾ ആ ഉണ്ടായ സമയത്തുള്ള കാര്യങ്ങൾ എല്ലാം നമുക്കൊരുവിധം അറിയണതല്ലേ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അട്ടമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് പോയത്. അപ്പോൾ നമ്മൾ ഈ ബേലിപ്പാലം കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകാൻ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ജീവിതമാർഗ്ഗം എന്നുള്ള നിലയിലാണ്. അപ്പോൾ അവിടെ ഒരു ട്രക്കിങ് ജീപ്പ് കാര്യങ്ങളാണ് ഈ അട്ടമലയിലേക്ക് പോണത്. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ അവിടെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കൊരു ജീവിതമാർഗ്ഗം കാരണം കൊണ്ടാണ് അപ്പോൾ അങ്ങനെയാണത് അപ്പോൾ തുടങ്ങിയിട്ടുള്ളത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബേലിപ്പാലം വഴിയാണ് നമുക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുക. അപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ആകെ തകർന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്കൂളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമ്മുടെ മനസ്സിലൊക്കെ നമ്മളാ ഉണ്ടായ സമയത്തുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കടന്നു വന്നത്. ഇപ്പോഴും അവിടെ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളതങ്ങോട്ട് പാലം അങ്ങോട്ട് കടന്നു. വേലിപ്പാലം കടന്നതിന് ശേഷമാണ് നമുക്ക് ട്രെക്കിങ് ഉള്ളത് കേട്ടോ. ട്രെക്കിങ് നമ്മൾ ഈ തേയിലത്തോട്ടത്തിൽ കൂടിയാണ് അട്ടമല എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഈ ഡ്രൈവർ നമുക്ക് ഇവിടെ നടന്ന സ്ഥലവും ഒക്കെ കാണിച്ചു തരികയാണ്. അപ്പോൾ ആൾ കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു കേട്ടോ. അവരുടെ ഫാമിലി, അവരുടെ പെങ്ങളും ഭർത്താവും ഒക്കെ ഇങ്ങനെ ഇതിൽ മരിച്ചു. അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ആകെ സങ്കടമായി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അവിടേക്ക് പോകണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ അവർ പോലീസുകാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്കൊരു ജീവിതമാർഗ്ഗമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോയതാട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തേയിലത്തോട്ടത്തിലേക്ക് നമുക്ക് നടന്ന് ജീപ്പ് ഇറങ്ങിയിട്ട് കുറച്ച് നടന്ന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ അവിടെ നിന്ന് ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ വരും കേട്ടോ. പിന്നെ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ എവിടെയും അങ്ങനെ ഇല്ല, ചൈനയിൽ മാത്രമേ ഉള്ളൂ പറഞ്ഞത്. നമ്മൾ ചവിട്ടുമ്പോൾ കിളിച്ചിൽ നിന്ന് ശബ്ദമൊക്കെ കേൾക്കണതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് കടക്കണതിന് മുന്നേ അതിന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. നമ്മൾ ഈ ജീപ്പിലേക്ക് വരുന്ന ടിക്കറ്റിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇവിടേക്ക് ഉള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ കൂടെ വന്നിട്ടുള്ളൊരു പയ്യൻ ഉണ്ടായിരുന്നു. അതായത് നമ്മളെ ഈ സ്ഥലം കാണിക്കാനുള്ള പയ്യനൊക്കെ പറഞ്ഞു. അവർ ആ ചുരൽമല സ്കൂളിലാണ് പഠിച്ചത്. അവരുടെ കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ ഇറങ്ങിയ ശേഷം പിന്നെ അവർ പറഞ്ഞു കേട്ടോ, അവിടെ ആന ഇറങ്ങാറുണ്ട് പറഞ്ഞു. നിറയെ പേരച്ചെടി ഉണ്ട്, അതൊക്കെ ഒടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ആനയൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുരൽമലയോട് വിട പറഞ്ഞ് പോകുന്നു കേട്ടോ. അപ്പോൾ മനസ്സിനാകെ വിഷമമായി. പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ എന്നൂരിലേക്കാണ് പോകുന്നത്.
ഗോത്ര പൈതൃക ഗ്രാമമാണ് കേട്ടോ എന്നൂർ. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മണ്ണുകൊണ്ടൊക്കെ പണിതിട്ടുള്ള അടിപൊളി കുഞ്ഞു കുഞ്ഞു വീടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നമുക്ക് കാണാനുള്ളത്. പിന്നെ എനിക്ക് തോന്നിയത് അവിടെ എപ്പോഴും നമുക്കൊരു ചാറ്റൽ മഴ പോലെയുള്ള ഒരു മഴയുണ്ടായിരുന്നു കേട്ടോ. ചൂടൊന്നും അങ്ങനെ ഇല്ല. പിന്നെ അവരുടെ കുറേ സാധനങ്ങൾ മറ്റേ പണ്ടത്തെ സാധനങ്ങൾ വാള് അത് ഇതൊക്കെ കുറേ അവിടെ കണ്ടു കേട്ടോ. ഓരോ വീട്ടിൽ അവർ ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങളും ഇങ്ങനത്തെയും പിന്നെ അവിടുത്തെ ആചാരങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കാണാനും കാര്യങ്ങളൊക്കെ നല്ലോണം കുറച്ച് നേരം നമുക്ക് കാണാനുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് നമ്മൾ ജീപ്പ് മാർഗം വഴിയാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത്. ഒരു 2 കിലോമീറ്ററൊക്കെ നമുക്ക് ജീപ്പിൽ പോകാനുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കറങ്ങി കാണാനാണോ ജീപ്പിൻ്റെ അതിനൊന്നും അധികം റേറ്റ് ഇല്ല. 40 രൂപയാണ് എൻട്രി ഫീസ്. 40-60 രൂപയുള്ളൂ ജീപ്പിന്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും കാണാൻ കുറേ ഉണ്ട് കേട്ടോ അവിടെ. ഒരു 3 മണിക്കൂർ തന്നെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാപ്പിപ്പൊടി, ഉപ്പിലിട്ടത്, തേനിലിക്ക, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് തിന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ആ വീട്ടിൽ അവിടെ നല്ലോണം ഇരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് പറഞ്ഞാൽ നല്ല തണവാട്ടോ. മണ്ണുകൊണ്ട് ഉള്ള ഭിത്തി പണിതിട്ടുള്ള ആ വീടാണ് കേട്ടോ. നല്ല സുഖമുണ്ട് അവിടെ ഇരിക്കാൻ. അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനൊക്കെ നല്ല കൂളിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ പെവിൻ ടൈലിട്ട പോലെ തന്നെ അടിയിൽ നല്ല വെട്ടുകല്ലുണ്ട്. നല്ല ഭംഗിയുണ്ട് വീടുകളൊക്കെ, കുഞ്ഞു വീടുകളൊക്കെ കാണാൻ നല്ല സൈറ്റാണ് കേട്ടോ. നമ്മൾ അകലെ നിന്ന് നന്നായി നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോയ ജീപ്പ് പിന്നെ നമുക്ക് തിരിച്ച് വരുമ്പോൾ നമ്മൾ വേറൊരു ടോക്കൺ എടുക്കണം. അപ്പോൾ പൈസയൊന്നും കൊടുക്കണ്ട, തിരിച്ച് നമുക്ക് വേറെ ജീപ്പിൽ പോകാൻ അതേപോലെ ലൈൻ നിന്നിട്ടാണ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അത് പെട്ടെന്ന് വരും കേട്ടോ. ഇവിടെ നിന്ന് പോയി ആൾക്കാരെ പിന്നെ തിരിച്ച് കൊണ്ടുപോയി അങ്ങനൊരു റൂട്ടാണ് അവിടെ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അതധികം ഈ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊന്നും സംഭവമല്ല. എന്നാലും അവിടേക്ക് പോകാനുള്ളത് നടന്നു പോകുന്നവർക്ക് വേണമെങ്കിൽ നടന്നു പോകാം. അപ്പോൾ നമ്മുടെ ജീപ്പ് വന്നപ്പോൾ നമ്മളതിൽ കയറി പോന്നു. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ചുരം ഇറങ്ങി കേട്ടോ. ചുരം ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ. നിറയെ കുരങ്ങന്മാരാണ് കേട്ടോ. എന്താ വെച്ചാൽ കാട്ടിലൊന്നും ഭക്ഷണമില്ലാത്ത സ്ഥിതിക്ക് അവരിപ്പോൾ ഇതാ റോട്ടിക്ക് കയറിയേക്കാണ്. ഈ പോണ ആൾക്കാരൊക്കെ ഈ വണ്ടിയിൽ നിന്നൊക്കെ ഓരോന്ന് ഇട്ടെടുക്കുമ്പോൾ അവറ്റ് ഓടി വന്ന് മേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ കുരങ്ങന്മാരാണ് ഈ പോണ വഴിയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എന്നൂരിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. 4 മണി 4:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ചുരം ഇറങ്ങിയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. താമരശ്ശേരി ചുരത്തിൽ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ബ്ലോക്കിലുള്ള കണ്ട കാഴ്ചകളാണ് കേട്ടോ ഈ കുരങ്ങന്മാരുടെ കാഴ്ചകൾ. വണ്ടിയിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അവർ ഓടി വന്ന് വണ്ടിയുടെ ഗ്ലാസിൻ്റെ അവിടേക്കൊക്കെ ഓടി കയറുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ താഴത്ത് ഇറങ്ങിയ വശം തന്നെ ഒരു ഹോട്ടലിൽ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചപ്പോൾ ചോറൊന്നും ഒറ്റ കടയിലില്ല. കാരണം 5 മണിക്കായി ചുരം ഇറങ്ങി എത്തുമ്പോൾ എല്ലായിടത്തും മന്തിയും ബിരിയാണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഹാഫ് മന്തിയും പറഞ്ഞു, പിന്നെ ഒരു ബിരിയാണിയും പറഞ്ഞു കേട്ടോ. അപ്പം മന്തി സൂപ്പറായിരുന്നു, പക്ഷേ ബിരിയാണി ഒന്നിനും കൊള്ളില്ല കേട്ടോ. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ മന്തി സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ വരുന്ന വഴിക്ക് നമ്മുടെ മിഠായി തെരുവിലൊന്ന് കയറി. കോഴിക്കോട് വഴിയാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ മിഠായി തെരുവിലൊന്ന് കയറി ജസ്റ്റ് ഒന്ന് കറങ്ങി. അവിടെ നിന്ന് പിന്നെ എന്താ മേടിച്ചതെന്ന് വെച്ചാൽ കുറച്ച് സ്വീറ്റ് ഫുഡൊക്കെ മേടിച്ചു. അപ്പം തന്നെ കഴിച്ചു. പിന്നെ കുറച്ച് അലുവയും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ബീച്ചിലേക്കൊന്നും പോകാനുള്ള നേരം കിട്ടിയില്ല. 9 മണിക്ക് ആയി അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ. അപ്പോൾ പിന്നെ ബീച്ചിൽ പോയില്ല. വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലൈറ്റ് ആയ കാരണം നമ്മൾ രാത്രിക്ക് ദോശയും കുത്തുപൊറോട്ടയും അങ്ങനെ എന്തൊക്കെയൊക്കെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ PR വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റാ.